ഹേ ഗൈസ്, ഹോപ്പ് യു ആൾ ആർ ഡൂയിങ് വെൽ. ഞാനാണെങ്കിൽ ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് 2-3 ആഴ്ചയായിരുന്നു. എനിക്ക് വന്നിട്ട് ഉടനെ തന്നെ ഒരു പാർട്ട് ടൈം ഒക്കെ റെഡി ആയായിരുന്നു. ഒരു പുതിയ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പാർട്ട് ടൈം ഒക്കെ റെഡി ആവണ ഇസ് നോട്ട് യൂഷ്വലി ദ കേസ്. ഇറ്റ് ഈസ് ആക്ച്വലി വെരി ചലഞ്ചിങ്. പക്ഷേ എനിക്ക് വന്നത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയായിരുന്നു. കാരണം ഞാനൊരു ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്തായിരുന്നു, ഒരു സീക്രട്ട് മെത്തഡോളജി. നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ പുറത്ത് ഏത് രാജ്യത്തു നിന്നും ഓസ്ട്രേലിയക്കോ അല്ലെങ്കിൽ പിന്നെ വിദേശത്ത് ട്രാവൽ ചെയ്ത് നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പാർട്ട് ടൈം കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ടും കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. നിങ്ങളത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ റെസ്പോൺസ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. അതുകൂടാണ്ട് ഈ വീഡിയോൻ്റെ അവസാനം എത്തുമ്പോൾ ഞാൻ കുറേ സീക്രട്ട് ടിപ്സും കൂടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നുണ്ട്. അതും കൂടെ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ചാൻസ് കുറച്ചും കൂടെ എൻഹാൻസ് ആവും പാർട്ട് ടൈം ജോബ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി. പൊതുവെ ഒരു രാജ്യത്ത് പാർട്ട് ടൈം കിട്ടാനായിട്ട് 2 വഴി കൂടെയാണ് ആൾക്കാർക്ക് കിട്ടണത്. ഒന്നെന്ന് വെച്ചാൽ വേർഡ് ഓഫ് മൗത്ത്. ഇപ്പോൾ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഒരു കടയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല റെഫറലോ നമ്മൾ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു വിളി കിട്ടും. രണ്ടാമത്തത് ലിങ്ക്ഡിനോ, സീക്കോ, ഇൻഡീഡ് ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ജോബ് പോസ്റ്റിംഗ് ഉണ്ടായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് വിളി കിട്ടും. പക്ഷേ ഈ 2 കോമൺ ജോബ് ആപ്ലിക്കേഷൻ മെത്തേഡിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് നമുക്ക് അടുപ്പമുള്ള റിലേറ്റീവ്സോ ആൾക്കാരോ റെഫർ ചെയ്യാനുള്ള ആൾക്കാർ എപ്പോഴും കാണണമെന്നില്ല. അതുകൊണ്ട് അതിൻ്റെ സാധ്യത നമുക്ക് വളരെ ചുരുക്കമായിരിക്കും. രണ്ടാമത്തത് ഈ പറഞ്ഞ ലിങ്ക്ഡിനോ, സീക്കോ, ഇൻഡീഡൊക്കെ അപ്ലൈ ചെയ്യണ സമയത്ത് ഇഷ്ടംമാതിരി ആൾക്കാർ നിങ്ങളെപ്പോലെ തന്നെ വേറെയും അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ സെലക്റ്റഡ് ആവാനുള്ള സാധ്യത വളരെ ചുരുക്കമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 2 നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാമെങ്കിലും ഇതിൻ്റെ അന്നൊരു വിളി കിട്ടുന്നതിൻ്റെ പ്രോബിലിറ്റി വളരെ ചുരുക്കമാണ്. ഈ പറഞ്ഞ 2 മെത്തേഡ് അല്ലാണ്ട് ഏറ്റവും കൂടുതൽ സാധ്യത ഒരു പാർട്ട് ടൈം ജോലി കണ്ടുപിടിക്കാനുള്ളത് ഇസ് ബൈ ഹാൻഡിങ് ഔട്ട് റെസ്യൂമേസ് ടു ദ സ്റ്റോർ ഡയറക്റ്റ്ലി. എന്ന് വെച്ചാൽ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നത് ഒരു 15 to 20 പ്രിൻ്റെങ്കിലും മിനിമം എടുത്തുകൊണ്ട് പോരെ. ഈ പറഞ്ഞ പേപ്പർ പ്രിൻ്റ് ഉള്ള റെസ്യൂമേൻ്റെ അകത്ത് മെയിനായിട്ട് ആഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിനൊരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഒന്നുമില്ല, പക്ഷെ ഇത്രയും കാര്യങ്ങൾ കീ ആയിട്ട് റെസ്യൂമേൽ വേണം. ആദ്യത്തത് നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസിൻ്റെ അകത്ത് നിങ്ങളുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ. ഓക്കെ, ഫോൺ നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രാജ്യത്ത് വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഫോൺ നമ്പർ അറിയത്തുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ കൺട്രീൻ്റെ കോഡ് ഇട്ടിട്ട് ബ്ലാങ്ക് ആയിട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് നമ്പർ എടുത്തു കഴിഞ്ഞിട്ട് പേനയും കൊണ്ട് അതിൻ്റെ മേളിൽ എഴുതി കൊടുത്താൽ മതി ഏതാണ് നിങ്ങളുടെ നമ്പറെന്ന്. പിന്നെ അഡ്രസ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ത്യയിലെ അഡ്രസ്സല്ല, നിങ്ങൾ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ പിന്നെ ഏത് രാജ്യത്തേക്കാണോ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പോണേ ആ രാജ്യത്ത് നിങ്ങൾ നിൽക്കാൻ പോണ സ്ഥലത്തിൻ്റെ അഡ്രസ്സാണ് വേണ്ടത്. ഓക്കെ, പിന്നെ അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ. നിങ്ങളിപ്പോൾ എന്താണോ നിങ്ങൾ പഠിച്ചിട്ട് വന്നേക്കണം, നാട്ടിൽ നിന്നോ പുറത്തുനിന്നോ വേറെ എവിടെ നിന്നാന്ന് വെച്ചാൽ +1 +2 എഡ്യൂക്കേഷൻ എന്താ, പിന്നെയാണ് ബാച്ചിലേഴ്സ് എഡ്യൂക്കേഷൻ, അത് ജസ്റ്റ് ഒരു ബ്രീഫ് ഓൺലൈനിട്ട് മാത്രം എഴുതിയാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് കീ സ്കിൽസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനുണ്ട്. കീ സ്കിൽസിൻ്റെ അകത്ത് നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് സ്കില്ലുകൾ ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ടീം വർക്ക്, അഡാപ്റ്റബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് റെസ്യൂമിൻ്റെ ഏറ്റവും ടോപ്പിൽ വരേണ്ടതാണ് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവിൻ്റെ അകത്ത് നമ്മളെപ്പറ്റി ഒരു സമ്മറി മാത്രം കൊടുക്കണമെന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മളൊരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആണ്, നമ്മുടെ വർക്കിംഗ് അവേഴ്സ് ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ഇത്രയും മണിക്കൂറുകൾ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കീ സ്കില്ലുകൾ ഇതൊക്കെയാണ്. ജസ്റ്റ് ഒരു 2-3 ലൈനിൽ നമ്മൾ നമ്മുടെ സമ്മറി കൊടുക്കുന്നു. നമ്മൾ എന്തിനാണ് ഈ ജോലി അപ്ലൈ ചെയ്യണത്, നമുക്ക് എന്ത് അർഹതയാണ് ഉള്ളതെന്ന്. അടുത്ത സെക്ഷനാണ് എക്സ്പീരിയൻസ്. ഈ എക്സ്പീരിയൻസ് സെക്ഷൻ്റെ അകത്ത് നമ്മൾ നാട്ടിൽ എന്തൊക്കെ കാഷ്വൽ ജോബാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നാട്ടിൽ കേറ്ററിങ്ങിന് പോയിട്ടുണ്ടോ, എത്ര നാൾ തൊട്ട് എത്ര നാൾ വരെ പോയി, കേറ്ററിങ്ങിൻ്റെ പേരെന്താ, എന്തൊക്കെ കീ സ്കിൽസാണ് അതിന് വേണ്ടി ആവശ്യമുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പെട്രോൾ പമ്പ് ചെയ്തിട്ടുണ്ടോ, ഓക്കെ പെട്രോൾ പമ്പിൽ എത്ര നാൾ തന്നു, എന്തോരം നാൾ വർക്ക് ചെയ്തു, എന്താണ് വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ തൊട്ട് നമ്മൾ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ള കാഷ്വൽ ജോബ്സിൻ്റെ ഡിസ്ക്രിപ്ഷനും പേരും അവിടെ കൊടുക്കുക. റെസ്യൂമേൻ്റെ ഏറ്റവും അവസാനത്തെ സെക്ഷനിലാണ് എബൌട്ട് മീ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഞാൻ ആഡ് ചെയ്തായിരുന്നു. അതിൻ്റെ അകത്ത് പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, എന്നെ ഹയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഗുണമുള്ളതെന്നുള്ളൊരു സമ്മറി പോലത്തെ ലൈന്. ഈ പറഞ്ഞ ലൈന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിനോ അല്ലെങ്കിൽ പിന്നെ വേറെ എവിടെ നിന്നാണല്ലോ റെഫറൻസ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒത്ത ഒരു ലൈൻ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് റെസ്യൂമേൽ വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ചെറിയ റെസ്യൂമെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് 15 to 20 പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ ഓരോ ഷോപ്സിൽ ഹാൻഡ് ഔട്ട് ചെയ്യണം. ഈ റെസ്യൂമേസ് എവിടെ ഹാൻഡ് ഔട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുവാണെങ്കിൽ, വലിയ പേര് കേട്ട ഷോപ്പിംഗ് മോളുകൾ, അതിൻ്റെ അകത്തുള്ള കടകൾ, ഈ പറഞ്ഞ മോളുകളല്ലാണ്ട് മോളുടെ ചുറ്റുമുള്ള കുറേ സ്ട്രീറ്റുകൾ കാണും. സ്ട്രീറ്റിൻ്റെ അകത്തും കുറേ കടകൾ കാണും. ബിസി ആയിട്ടുള്ള സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്യുക, തിരക്കുള്ള കടകൾ ടാർഗറ്റ് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് പേര് കേട്ട ഫ്രാഞ്ചൈസി കടകളൊന്നും റെസ്യൂമെ സ്വീകരിക്കത്തില്ല. അവരൊക്കെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴിയാണ് ഇത് സ്വീകരിക്കത്തുള്ളൂ. ഹാൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ടാർഗറ്റ് ചെയ്യേണ്ട കടകൾ റെസ്റ്റോറൻറ്റ്സ്, പെട്രോൾ പമ്പുകൾ, മൂന്നാമത്തത് എന്തെങ്കിലും സെല്ല് ചെയ്യാൻ നോക്കണ കടകൾ, എന്ന് വെച്ചാൽ സെയിൽ സ്റ്റോറുകളും കൂടെ ടാർഗറ്റ് ചെയ്യുക.
ഇപ്പോൾ ഒറ്റയടിക്ക് എല്ലാ റെസ്യൂമേയും കൊടുത്ത് തീർക്കണം നിർബന്ധമൊന്നുമില്ല. എഫക്റ്റീവായിട്ട് നിങ്ങൾ വിളിക്കുന്ന സാധ്യതയുള്ള സ്ഥലത്ത് മാത്രം നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ അടുത്ത സ്റ്റോറിൽ പോയിട്ട് അടുത്ത റെസ്യൂമേ ഹാൻഡ് ഔട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു എൻവലൂപ്പിൽ നിങ്ങൾ 10-15 പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ സ്റ്റോർ ടു സ്റ്റോർ നിങ്ങൾക്ക് വേറെ വേറെ കൊടുക്കാൻ പറ്റും. ഇത് ഹാൻഡ് ഔട്ട് ചെയ്യണേലും ഒരു പർട്ടിക്കുലർ രീതിയുണ്ട്. അത് ചെയ്തെങ്കിൽ മാത്രം എഫക്റ്റീവ് ആവത്തുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് കിടക്കാം. നിങ്ങൾ എല്ലാ കടയിലും കയറി കഴിഞ്ഞിട്ട് റിസപ്ഷനിൽ ആദ്യം ചോദിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആർ യു ഗൈസ് ഹയറിങ്? അത് കഴിഞ്ഞിട്ട് അവർ യെസ് ഓർ നോ പറഞ്ഞ അനുസരിച്ചാണ് നമ്മുടെ അടുത്ത ആക്ഷൻ. അവർ നോ എന്ന് പറയുവാണെങ്കിൽ റെസ്യൂമേ കൊടുക്കാൻ നിൽക്കണ്ട. കാരണം നോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റെസ്യൂമേ കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ എടുത്ത് കളയാൻ നിൽക്കത്തേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ യെസ് എന്നുള്ളൊരു ഉത്തരവാണ് കേൾക്കണം. അല്ലെങ്കിൽ പിന്നെ വി ആർ ലുക്കിംഗ് ഫോർ സംവൺ, വി വിൽ ടേക്ക് ഇൻ ദ റെസ്യൂമേ എന്നൊക്കെ കേൾക്കുവാണെങ്കിൽ നിങ്ങളുടെ റെസ്യൂമേ ഹാൻഡ് ഔട്ട് ചെയ്തു. അങ്ങനത്തെ തൊട്ട് ആൾക്കാരായിരിക്കും നിങ്ങളെ പിന്നെയും വിളിക്കാൻ സാധ്യത കൂടുതൽ. നിങ്ങൾ വേറെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നിങ്ങൾ റെസ്യൂമേ ഹാൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റോറിൻ്റെ മാനേജറിന് തന്നെ കൊടുക്കാൻ നോക്കണം. അതോ ഇപ്പോൾ റിസപ്ഷനിൽ വേറെ ഒരാളാണ് ഇരിക്കണമെങ്കിൽ ക്യാൻ ഐ മീറ്റ് ദ മാനേജർ എന്നും പറഞ്ഞ് ചെന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊടുത്താണ് ഡീൽ ചെയ്യേണ്ടത്. കാരണം നിങ്ങളിപ്പോൾ സ്റ്റോറിലുള്ള ഒരാൾക്കാണ് കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് പരിചയമുള്ള വേറെ ഒരാളെ കയറ്റാൻ വേണ്ടി നോക്കിയിരിക്കണമായിരിക്കും. അതേ സമയത്ത് നിങ്ങളുടെ റെസ്യൂമ് അയാൾക്ക് കിട്ടുവാണെങ്കിൽ അയാൾ ചിലപ്പോൾ മാനേജറുടെ അടുത്ത് കൊടുക്കണമെന്ന് പോലും ഇല്ല. ഇങ്ങനെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറഞ്ഞ് കേട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ എഫക്റ്റീവ് മാനേജേഴ്സിൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി റെസ്യൂമേ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ടാണ് എനിക്ക് വന്നത് പെട്ടെന്ന് തന്നെ ഒരു പാർട്ട് ടൈം ജോലി റെഡി ആയത്. തെറ്റിദ്ധരിക്കൊന്നും ചെയ്യില്ല. പാർട്ട് ടൈം ജോലി കിട്ടാനൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ ജോലി ഭയങ്കര കട്ടിയാണ്. എന്നുവെച്ചാൽ ഒരു നിമിഷം പോലും നമ്മളെ വെറുതെ ഇരിക്കാനോ അല്ലെങ്കിൽ പിന്നെ റെസ്റ്റിംഗ് പീരീഡൊക്കെ എല്ലായിടത്തും ഒന്നും എപ്പോഴും കാണത്തില്ല. അപ്പോൾ നല്ല ഹാർഡ് വർക്കും ലേബറും ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം കയറാനായിട്ട്. അത് കൂടാണ്ട് ഇപ്പോൾ ഈ ലിങ്ക്ഡിൻ, ഇൻഡീഡ്, സീക്ക് എന്നൊക്കെ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഓസ്ട്രേലിയയിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ആപ്ലിക്കേഷൻ സീക്കായിരുന്നു. സീക്കിൻ്റെ അതൊരു അക്കൗണ്ട് ഉണ്ടാക്കി നിങ്ങൾ റെസ്യൂമേ, കവർ ലെറ്ററൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ പിന്നെയും കൂടുതൽ വിളി കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ റെസ്യൂമേ ഹാൻഡിങ് ഔട്ട് അല്ലാണ്ട് ഈ പറഞ്ഞ 3 ആപ്ലിക്കേഷൻ്റെ അകത്തുനിന്ന് നിങ്ങൾ സീക്കിൻ്റെ അകത്തും കൂടെ ആക്റ്റീവ്ലി അപ്ലൈ ചെയ്യാൻ നോക്കുക. സോ ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞ പോയിന്റുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പാർട്ട് ടൈം ജോലി കിട്ടുവാണെങ്കിൽ ഐ വിൽ ബി റിയലി ഹാപ്പി. അപ്പോൾ ബിഫോർ യു ഗൈസ് ലീവ്, യു ക്യാൻ ലൈക്ക് ദിസ് വീഡിയോ, യു ക്യാൻ സബ്സ്ക്രൈബ് ടു ചാനൽ ആൻഡ് യു ക്യാൻ ഷെയർ യുവർ കമൻറ്റ്സ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ ആസ് വെൽ. നിങ്ങൾക്ക് ഇനി എന്ത് വീഡിയോ ആണ് കാണേണ്ടത്, നിങ്ങൾക്ക് ഇനി എന്ത് ഇൻഫർമേഷനാണ് എൻ്റെ കയ്യിൽ നിന്ന് വേണ്ടത് നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ ശ്രമിക്കാം. So until I catch you next time, I hope you all have amazing days ahead of you. So take care. Bye.